നിങ്ങൾ ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ കുടിച്ച വെള്ളത്തിന് ഏകദേശം 3.8 ബില്യൺ വർഷത്തെ പഴക്കമുണ്ട്. അതിന് ഭൂമിയോളം പഴക്കമുണ്ട്. ഒരുപാട് വർഷമായിട്ട് നമ്മുടെ പുഴകൾ കടലിലേക്ക് മിനറൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ മിനറൽസ് അയൺസുമായി കൂടിച്ചേർന്ന് ഉപ്പായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കടൽ വെള്ളത്തിൽ വലിയ അളവിൽ ഉപ്പ് കലർന്നിട്ടുണ്ട്. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. പക്ഷേ ഇനിയാണ് പ്രശ്നം. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ ഫ്രഷ് വാട്ടർ കടലിൽ നിന്നും ആവിയായി പോകുന്നുണ്ട്. ശ്രദ്ധിക്കണം, വെള്ളം മാത്രമാണ് ആവിയായി പോകുന്നത്. ഉപ്പ് അവിടെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വർഷം കഴിയുന്തോറും കടൽ വെള്ളത്തിലെ ഉപ്പിന്റെ അളവ് കൂടണം. പക്ഷെ അത് കൂടുന്നില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അത് മഴ പെയ്യുന്നോണ്ടാണെന്ന്. നോ, അത് മാത്രമല്ല, എന്തോ ഒരു ശക്തി കടൽ വെള്ളത്തിൽ കൂടുന്ന ഉപ്പിനെ തിരിച്ചെടുക്കുന്നുണ്ട്. കുറെ വർഷത്തേക്ക് ഇതിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ദ ഗ്രേറ്റസ്റ്റ് പസിൽ ഓഫ് ഓഷ്യനോഗ്രഫി. ഡീപ് സീ ഡൈവേഴ്സ് ഒക്കെ പണ്ട് കാലത്ത് നേരിട്ടിരുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു സ്ക്യൂസ്. ഡൈവിംഗ് സ്യൂട്ടിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സർഫസിലുള്ള പമ്പ്സ് ആണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പമ്പ്സ് കേടുവരുമ്പോൾ ഡൈവിംഗ് സ്യൂട്ടിലെ പ്രഷർ ഒറ്റയടിക്ക് കൂടും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെ ശരീരം ആ സ്യൂട്ടിന്റെ ഹെൽമെറ്റിനുള്ളിലേക്കും ഹോസ് പൈപ്പിനുള്ളിലേക്കും സക്കഡായി പോകും. 1947 ബയോളജിസ്റ്റ് JBS ഹാൽഡേ ഇങ്ങനെ എഴുതി: ഞങ്ങൾ അവനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തപ്പോൾ ആ സ്യൂട്ടിനുള്ളിൽ ആകെ അവശേഷിച്ചിരുന്നത് എല്ലുകളും കുറച്ച് ഇറച്ചി കഷ്ണങ്ങളും മാത്രമായിരുന്നു. വകതിരിവിന്റെ ദ എർത്ത് സീരീസിലെ ഒന്നാമത്തെ വീഡിയോ ആയ വാട്ടർ ഓൺ എർത്ത് എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളം എല്ലായിടത്തും ഉണ്ട്. ഒരു ഉരുളക്കിഴങ്ങിന്റെ 80% വെള്ളമാണ്. ഒരു പശുവിന്റെ ശരീരത്തിന്റെ 74% വെള്ളമാണ്. ഒരു തക്കാളിയുടെ 92% വെള്ളമാണ്. എന്തിന് മനുഷ്യ ശരീരത്തിന്റെ 65% വെള്ളമാണ്. വാട്ടർ ഈസ് എ സ്ട്രേഞ്ച് സ്റ്റഫ്. അതിന് രൂപമില്ല, നിറമില്ല. എന്നാലും ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണെങ്കിലും നമ്മൾ കടൽ കാണാൻ പോവാറുണ്ട്. അതിന് രുചിയില്ല, എന്നാലും നമുക്കതിന്റെ രുചി ഇഷ്ടമാണ്. അതൊരു അപകടകാരിയാണെന്ന് നമുക്കറിയാം. ഒരുപാട് പേര് അതിൽ വർഷം തോറും മുങ്ങി മരിക്കുന്നുണ്ട്. എന്നാലും അതിൽ മുങ്ങിക്കുളിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. ഈ ഭൂമിയിൽ മൊത്തം ഏകദേശം 1.3 ബില്യൺ ക്യൂബിക് കിലോമീറ്റർ വെള്ളമുണ്ട്. ആൻഡ് ദ സിസ്റ്റം ഈസ് ക്ലോസ്ഡ്. ഈ അളവിൽ നിന്നും വെള്ളം കൂടുകയില്ല, കുറയുകയില്ല. അതായത് ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ ഇവിടെയുള്ള വെള്ളമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. നിങ്ങൾ ഇന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന് ഈ ഭൂമിയോളം പഴക്കമുണ്ട്. ഭൂമിയിൽ കടലുണ്ടായ കാലം മുതൽ ഈ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 97% കടലിലാണ്. ബാക്കി 3% മാത്രമേ ശുദ്ധജലമുള്ളൂ. ഈ 3%ത്തിന്റെ ഭൂരിഭാഗവും ഐസാണ്. വളരെ കുറച്ച്, ഏകദേശം 0.036% മാത്രമേ നമ്മുടെ പുഴകളിലും തടാകങ്ങളിലും ഒക്കെ ഉള്ളൂ. മേഘങ്ങളിൽ നീരാവിയായിട്ട് അവശേഷിക്കുന്നത് വെറും 0.001% മാത്രമാണ്. നിങ്ങൾ ഭൂമിയുടെ സൗത്ത് പോളിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 3 കിലോമീറ്റർ തിക്കുള്ള ഐസിന് മുകളിലായിരിക്കും നിങ്ങൾ നിൽക്കുക. അന്റാർട്ടിക്കയിൽ മാത്രം ഏകദേശം 6 മില്യൺ ക്യൂബിക് മൈൽ ഐസ് ഉണ്ട്. അന്തരീക്ഷത്തിലെ മൊത്തം ജലവും മഴയായിട്ട് പെയ്താൽ പോലും അത് സീ ലെവലിനെ സെന്റിമീറ്ററുകൾ ഉയർത്തും. എന്നാൽ അന്റാർട്ടിക്കയിലെ ഐസ് മൊത്തം ഉരുകിയാൽ അത് സീ ലെവലിനെ ഏകദേശം 200 അടിയോളം ഉയർത്തും. ഭൂരിഭാഗം ദ്രാവകവും നിങ്ങൾ തണുപ്പിക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം 10% ചുരുങ്ങും. വെള്ളവും ഒരു പരിധിവരെ അങ്ങനെയാണ്.
ആ പരിധി 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും വെള്ളത്തിന്റെ മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിലാണെന്ന്. വെള്ളത്തെ നിങ്ങൾ തണുപ്പിക്കുകയാണെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെ അത് ചുരുങ്ങും. പിന്നീട് അത് എക്സ്പാൻഡ് ആവാൻ തുടങ്ങും. ഏകദേശം 0 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ, ഫ്രീസിംഗ് പോയിന്റ് എത്തുമ്പോഴേക്കും വെള്ളത്തിന്റെ വോളിയം 9% കൂടും. വെള്ളത്തിന്റെ ഈ പ്രോപ്പർട്ടിയെ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയും. ഞാൻ പറഞ്ഞു വരുന്നത് വെള്ളത്തിന് ഈ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നത് എന്നല്ല. മറിച്ച് വെള്ളത്തിന് ഈ പ്രോപ്പർട്ടി ഇല്ലായിരുന്നെങ്കിൽ ടൈറ്റാനിക് പോയിട്ട് ഒരു തോണി പോലും നമുക്ക് ഇവിടെ ഓടിക്കാൻ സാധിക്കില്ല. കാരണം ഈ ഐസ് ഒക്കെ വെള്ളത്തിനടിയിലേക്ക് താണുപോകും. പിന്നീട് ഈ ഐസിന് സൂര്യപ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഷ്യൻസ് ഒക്കെ താഴെ മുതൽ ഫ്രീസ് ആവാൻ തുടങ്ങും. പതുക്കെ പതുക്കെ എൻറ്റയർ ഓഷ്യൻസും ഐസ് ആവും. പിന്നീട് നമുക്കിവിടെ ജീവിക്കാൻ പോലും സാധിക്കില്ല. താങ്ക്ഫുള്ളി ഫോർ us, water seems unaware of laws of physics and rules of chemistry. നമ്മുടെ എല്ലാ സമുദ്രവും ഒരുപോലെയല്ല. അതിൻ്റെ ആഴവും സലൈനിറ്റിയും സാന്ദ്രതയും എല്ലാം വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഉപ്പിന്റെ അളവ് പെസിഫിക്കിനേക്കാളും കൂടുതലാണ്. ആൻഡ് ഇതൊരു നല്ല കാര്യമാണ്. കാരണം സാൾട്ട് വാട്ടർ ഡെൻസർ ആണ്. അതുകൊണ്ട് തന്നെ അത് പൊന്തിക്കിടക്കും. അതിനാൽ കറൻസിന് ഈസി ആയിട്ട് ഓഷ്യൻസ് തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു തുള്ളി വെള്ളം ഒരു കടലിൽ നിന്നും മറ്റൊരു കടലിലെത്താൻ എത്ര സമയമെടുക്കുമെന്ന്? ഇതിന്റെ ഉത്തരവും ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്, തെർമോഹലൈൻ സർക്കുലേഷൻ. ഇത് നിങ്ങൾ വിചാരിക്കും പോലെ അത്ര പെട്ടെന്നൊന്നും നടക്കില്ല. നോർത്ത് അറ്റ്ലാന്റിക്കിൽ നിന്ന് മിഡ് പസഫിക്കിലേക്ക് വെള്ളം എത്താൻ ഏകദേശം 1500 വർഷം എടുക്കും. പക്ഷേ ഇതിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം ഇപ്പോഴും എഫക്റ്റീവ് ആണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഓവർ ദി ഇയേഴ്സ് നമ്മുടെ കടലിലെ ഉപ്പിന്റെ അളവ് കൂടാത്തതെന്ന്. ഇതിന്റെ ഉത്തരം ഡീപ് സീ വെൻസ് ആണ്. ഇത് നമ്മൾ ഫിഷ് ടാങ്കിലിടുന്ന ഫിൽറ്റർ പോലെ വർക്ക് ചെയ്യും. കടൽ വെള്ളത്തെ ഭൂമിക്കടിയിലേക്ക് വലിച്ചെടുത്തിട്ട് അതിലെ ഉപ്പിന്റെ കണ്ടന്റ് മൊത്തം എടുത്ത് അത് ആ വെള്ളത്തെ ക്ലീൻ ആക്കും. ഈ പ്രോസസ്സിലൂടെ ഒരു സമുദ്രത്തെ മൊത്തം ക്ലീൻ ആക്കാൻ ഏകദേശം 1 കോടി വർഷം വേണം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എഫക്റ്റീവ്. മനുഷ്യ ശരീരം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ചെറിയ അളവിൽ ഉപ്പ് വേണം. എന്നാൽ കടൽ വെള്ളത്തിൽ ഉപ്പിന്റെ അളവ് വളരെ കൂടുതലാണ്. പക്ഷേ 1 ലിറ്റർ സീ വാട്ടറിൽ ആകെയുള്ളത് 2.5 ടീസ്പൂൺ ടേബിൾ സാൾട്ട് മാത്രമാണ്. ഇത് നമ്മൾ ഡെയിലി ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഉപ്പിന്റെ അളവ് മാത്രമാണ്. എന്നാൽ കടൽ വെള്ളത്തിൽ വലിയ അളവിൽ മറ്റ് എലമെന്റ്സും കോമ്പൗണ്ട്സും ഉണ്ട്. ഇതിനെയും നമ്മൾ കലക്റ്റീവായിട്ട് സാൾട്ട് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഉപ്പ് എത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലെ വെള്ളം മൊത്തം അതിനെ ഡൈല്യൂട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇത് ഡീഹൈഡ്രേഷൻ കാരണമാവും. എക്സ്ട്രീം സിറ്റുവേഷനിൽ ഡീഹൈഡ്രേഷൻ ബ്രെയിൻ ഡാമേജിലേക്കും അൺകോൺഷ്യസിലേക്കും നയിക്കും. ഈ വെള്ളം കിഡ്നിയിൽ എത്തുകയാണെങ്കിൽ കിഡ്നി ഫെയിലിയർ സംഭവിക്കും. അതുകൊണ്ടാണ് നമുക്ക് കടൽ വെള്ളം കുടിക്കാൻ സാധിക്കാത്തത്. ഓസ്ട്രേലിയക്ക് ഏകദേശം 34,218 കിലോമീറ്റർ തീരപ്രദേശമുണ്ട്. ഇത്രത്തോളം കടലിനാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങൾ കുറവാണ്. എന്നാലും ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 20നും താഴെയാണ് ഓസ്ട്രേലിയയുടെ സ്ഥാനം. ഇതിന് കാരണം ഓസ്ട്രേലിയ പോലെ തന്നെ ഓസ്ട്രേലിയക്ക് ചുറ്റുമുള്ള കടലും മരുഭൂമി പോലെയാണ്. ഈ കടലിൽ മിനറൽസും ന്യൂട്രിയൻസും കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൽ മീൻ കുറവാണ്. പഠനങ്ങൾ പ്രകാരം നമ്മൾ കടലിൽ പോയി വലയിട്ട് പിടിക്കുന്ന മീനിൽ ഭൂരിഭാഗവും നമുക്ക് ആവശ്യമില്ലാത്ത മീനുകളാണ്. ഒന്നെങ്കിൽ അത് ആ സീസണിൽ പിടിക്കാൻ പറ്റാത്ത മീനായിരിക്കും, അല്ലെങ്കിൽ ആ മീൻ ചെറുതായിരിക്കും. ഓരോ വർഷവും 22 മില്യൺ ടൺസ് മീനുകളെ നമ്മൾ അനാവശ്യമായിട്ട് പിടിച്ച് തിരിച്ച് കടലിൽ തന്നെ ഉപേക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം മീനും ചത്തുപോകും. അതായത് നമ്മൾ പിടിക്കുന്ന ഓരോ കിലോഗ്രാം മീനിനും പകരം നമ്മൾ 4 കിലോഗ്രാം മീനുകളെ കൊല്ലുന്നുണ്ട്. ഇത്ര നേരം നമ്മൾ വെള്ളത്തെ പറ്റിയും കടലിനെ പറ്റിയും ഒക്കെ സംസാരിച്ചു. ഇനി നമുക്ക് കടലിനടിയിലേക്ക് പോവാം.
വെള്ളത്തിൽ നിങ്ങൾക്ക് ശ്വാസം കിട്ടില്ല. പക്ഷേ അതിനേക്കാൾ പ്രശ്നമാകാൻ പോകുന്നത് വെള്ളത്തിനടിയിലെ പ്രഷറാണ്. വെള്ളം വായുവിനേക്കാൾ 1300 തവണ ഹെവിയർ ആണ്. നിങ്ങൾ വെള്ളത്തിലേക്ക് ഓരോ 10 മീറ്റർ താഴുമ്പോഴും ഓരോ ATM പ്രഷർ വീതം കൂടും. ഉദാഹരണത്തിന് നിങ്ങൾ അന്തരീക്ഷത്തിൽ 150 മീറ്റർ ഉയരത്തിലാണെങ്കിൽ പോലും ആ പ്രഷർ നിങ്ങൾക്കൊരു പ്രശ്നമാകില്ല. എന്നാൽ ഇതേ ദൂരം നിങ്ങൾ വെള്ളത്തിനടിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ സിരകളെല്ലാം പൊട്ടാൻ തുടങ്ങും. നിങ്ങളുടെ ലങ്സ് ഒരു കോക്കാൻ്റെ വലുപ്പത്തിലേക്ക് ചുരുങ്ങും. കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ കരുതിയിരുന്നത് വെള്ളത്തിനടിയിലേക്ക് ഒരു 100 മീറ്റർ പോകുമ്പോഴേക്കും നമ്മൾ മരിച്ചു പോകുമെന്നാണ്. എന്നാൽ ഡീപ് സീ ഡൈവേഴ്സ് ഒക്കെ അത്ര ദൂരം പോയി വരുന്നുണ്ട്. ഇതിന് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ ശരീരം ഒരർത്ഥത്തിൽ വെള്ളം തന്നെയാണ്. വെള്ളം കംപ്രസ് ആവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ആ പ്രഷറുമായിട്ട് ഒരളവ് വരെ അഡ്ജസ്റ്റ് ആവും. എന്നാൽ നമ്മുടെ ശരീരത്തിന് അകത്തുള്ള ഗ്യാസസ് അങ്ങനെയല്ല. നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ 80% നൈട്രജൻ ആണ്. ഈ നൈട്രജന് പ്രഷർ കൂടുമ്പോൾ അത് ടിഷ്യൂസിലും ബ്ലഡ് വെസൽസിലും ഒക്കെ ട്രാപ്ഡ് ആവും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് പൊന്തി വരുമ്പോൾ ഈ നൈട്രജൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു 7up അല്ലെങ്കിൽ ഒരു പെപ്സി പൊട്ടിച്ച പോലെ പുറത്തു വരാൻ ശ്രമിക്കും. ഇത് വളരെ പെയിൻഫുൾ ആണ്. ഈ കണ്ടീഷനെ ബെൻസ് എന്ന് വിളിക്കും. ഡീപ് സീ ഡൈവേഴ്സ് ഒക്കെ പണ്ട് കാലത്ത് നേരിട്ടിരുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു സ്ക്യൂസ്. ഡൈവിംഗ് സ്യൂട്ടിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സർഫസിലുള്ള പമ്പ്സ് ആണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പമ്പ്സ് കേടുവരുമ്പോൾ ഡൈവിംഗ് സ്യൂട്ടിലെ പ്രഷർ ഒറ്റയടിക്ക് കൂടും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെ ശരീരം ആ സ്യൂട്ടിന്റെ ഹെൽമെറ്റിനുള്ളിലേക്കും ഹോഴ്സ് പൈപ്പിനുള്ളിലേക്കും സക്കഡായി പോകും. 1947 ബയോളജിസ്റ്റ് JBS ഹാൾഡേ ഇങ്ങനെ എഴുതി, ഞങ്ങൾ അവനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തപ്പോൾ ആ സ്യൂട്ടിനുള്ളിൽ ആകെ അവശേഷിച്ചിരുന്നത് എല്ലുകളും കുറച്ച് ഇറച്ചി കഷ്ണങ്ങളും മാത്രമായിരുന്നു. കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലം പസഫിക്കിലെ മെരിയാന ട്രഞ്ച് ആണ്. ഇതിന് ഏകദേശം 11.3 കിലോമീറ്റർ ആഴമുണ്ട്. ആ ഡെപ്തിലെ പ്രഷർ 16,000 പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ചാണ്. ഏകദേശം ഒരു 100 ആന നിങ്ങളുടെ മേലെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ആ സമയം നിങ്ങൾക്ക്. എന്നാൽ ഈ ആഴത്തിലും ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട്. ഹൗ സം ഓഫ് ദം ഡു സോ ഈസ് എ മിസ്റ്ററി. മനുഷ്യർ ആദ്യമായിട്ട് അത്ര ആഴത്തിലേക്ക് പോയത് 1960 ജാനുവരിയിലാണ്. അന്ന് US നാവിയിലെ ജാക്കസ് പിക്കാർഡ്സും ലെഫ്റ്റനന്റ് പോൺ വാഷും അവരുടെ സ്പെഷ്യൽ വെസലിൽ ഏകദേശം 4 മണിക്കൂർ എടുത്താണ് 11 കിലോമീറ്റർ ആഴത്തിലേക്ക് പോയത്. പിന്നീട് ഒരു 52 വർഷത്തേക്ക് ആരും ആ യാത്രയ്ക്ക് മുതിർന്നില്ല. അന്നത്തെ വൈസ് അഡ്മിറൽ ഹൈമൻ ജി റിക്കോവർ അതിനെ ശക്തമായിട്ട് എതിർത്തു. കാരണം ഇതൊരു ചിലവേറിയ പ്രൊജക്റ്റ് ആയിരുന്നു. അത് വളരെ ഡേഞ്ചറസ് ആയിരുന്നു. അതുമാത്രമല്ല, അങ്ങനെ ഒരു യാത്ര പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ലായിരുന്നു. ഞാൻ ഈ കാര്യം ഇപ്പൊ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ എവല്യൂഷന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ അവസാനം ഞാനൊരു കഥ പറഞ്ഞിരുന്നു. അമേരിക്ക ചന്ദ്രനിൽ മനുഷ്യരിറക്കിയതിനെ പറ്റി. അന്ന് ഒരു വ്യക്തി എന്നോട് ചോദിച്ച സംശയമാണ്, അന്ന് ശരിക്കും അമേരിക്ക ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കിയിരുന്നു എന്ന്. അതോ USSRനെ കോൾഡ് വാറിൽ തോൽപ്പിക്കാൻ വേണ്ടി അമേരിക്ക കെട്ടിച്ചമച്ചതാണോ ആ കഥ എന്ന്. 1969 അമേരിക്ക മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർക്കിത് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ആദ്യമേ പറയട്ടെ, വെറും 3 പേരെ മാത്രമല്ല, അമേരിക്ക മൊത്തം 12 പേരെ ചന്ദ്രനിൽ ഇറക്കിയിട്ടുണ്ട്. ഈ ചോദ്യത്തിനുള്ള ഉത്തരവും ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഇത് ഏകദേശം ബില്യൺസ് ഓഫ് ഡോളർ ചിലവ് വരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഇത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയച്ചിട്ട് പ്രത്യേകിച്ചൊരു ഉപകാരവുമില്ല. അവിടെ ഇപ്പോൾ റോവേഴ്സ് പഠനം നടത്തുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ അതിനും വലിയ കാര്യങ്ങൾ കിടക്കുകയാണ്. നാസ അതിനും വലിയ ഡീപ് സ്പേസ് മിഷനിലാണ് ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നത്. ഞാൻ നേരത്തെ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന അപകടത്തെ പറ്റി പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു അപകടത്തിന്റെ കഥ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ലണ്ടനിലെ
തേംസ് നദിക്കടിയിലൂടെ 400 മീറ്റർ നീളമുള്ള ഒരു ടണൽ പോകുന്നുണ്ട്. 1843 മാർക്ക് ബ്രൂണലും അദ്ദേഹത്തിന്റെ പുത്രൻ ഐസംബേർഡുമാണ് അത് പണി കഴിപ്പിച്ചത്. ആ ടണലിന്റെ പണി പൂർത്തിയാറായപ്പോൾ അതിലെ പണിക്കാരൊക്കെ ആ ടണലിൽ വെച്ച് ഒരു പാർട്ടി നടത്തി. ഈ യൂറോപ്പുകാരൊക്കെ പാർട്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള വൈനാണ് ഷാമ്പെയിൻ. ഇത് പൊട്ടിക്കുമ്പോൾ നുരയും പതയൊക്കെ പുറത്തു വരും. കാരണം അതിൽ ഡിസോൾവ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എന്നാൽ അന്ന് പാർട്ടിക്ക് അവർ ഷാമ്പെയിൻ പൊട്ടിച്ചപ്പോൾ നുരയും പതയൊന്നും വന്നില്ല. കാരണം പുഴക്കടിയിലെ ടണലിൽ പ്രഷർ കൂടുതലായിരുന്നു. ഇത്ര ഉയർന്ന പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡിന് പുറത്തു വരാൻ സാധിക്കില്ല. പണിക്കാർ അത് കാര്യമാക്കാതെ ആ ഷാമ്പെയിൻ കുടിച്ചു. അന്ന് വൈകുന്നേരം പാർട്ടി കഴിഞ്ഞ് അവർ പുറത്തു വന്നപ്പോൾ പ്രഷർ ഒറ്റയടിക്ക് മാറി. അവരുടെ ആമാശയത്തിൽ വെച്ചിട്ട് ഈ ഷാമ്പെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ആമാശയത്തിൽ വെച്ചിട്ട് ഈ 7 Up പെപ്സിയൊക്കെ പൊട്ടിക്കുന്ന ഒരു അവസ്ഥ.